വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളുമാണ്, ചെടീസാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ചോളം മേടിച്ചിട്ട് അങ്ങനെ ബൈക്കിൽ മറന്നു വെച്ച് അത് കിളിർത്ത് നമ്മൾ അത് പാകിയപ്പോൾ ചോളമായിട്ട് മാറി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പോലെ കപ്പയാണ്, മരച്ചിനി കപ്പ എന്ന് പറയും. ഇത് മുരിങ്ങച്ചീരയാണ്. മുരിങ്ങയ്ക്കയും കായും കായ്ക്കാറുണ്ട്. അതിൻ്റെ ചീര എടുത്ത് ഞങ്ങൾ കറി വയ്ക്കാറുണ്ട്. സുശീല നാടാനായിട്ട് എല്ലാവർക്കും കിട്ടണത് പോലെ തന്നെ. ഇന്നൊരു ഇനം ഞങ്ങളുടെ വീട്ടിൽ ഉള്ളത് ചക്കയാണ്. എല്ലോടും ഉണ്ട് ജാക്ക് ഫ്രൂട്ട്, ചക്കയുടെ സീസണില്ല, കിളുന്തൊക്കെ വന്നതേ ഉള്ളൂ. വെറൈറ്റി ഓഫ് ചക്കകളെല്ലാം ഞങ്ങളുടെ അവിടെ ഉണ്ട്. പിങ്ക്, പിന്നെ വരിക്കച്ചക്ക, കൂഴഞ്ചക്ക, അങ്ങനെ വെറൈറ്റി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയില്ല, ഇതിന് പറയണം മധുരക്കീര എന്ന് പറയും, പിന്നെ എന്ത് മണത്തക്കാളി എന്ന് പറയും, പല പേരുകളിലും ഇതിനെ പറയും. അതും ഞങ്ങൾ കൂട്ടാനൊക്കെ വയ്ക്കാറുണ്ട്. ചിലപ്പോൾ ആയുർവേദത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചതച്ചതിൽ ചാറെടുക്കാറുണ്ട്. കരിയേപ്പില എല്ലാവരുടെ വീട്ടിലുള്ളതാണ്, ഞാനും ഇവിടെ വച്ച് നട്ടിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ്ടല്ലോ, കരിയേപ്പില നമുക്ക് തന്നെ ഇവിടെ വീട്ടിൽ വയ്ക്കണം, കെമിക്കൽസ് ഇല്ലാത്തത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാണ് സീതാപ്പഴം. അതിൻ്റെ കായൊക്കെ വന്നിട്ടുണ്ട്. സീസണിൽ നല്ല കായ്ക്കും. ഇപ്പോൾ കുറച്ച് കായ്ച്ചിട്ടുണ്ട്, അത്യാവശ്യം കായൊക്കെ ഉണ്ട്. പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ മരം ഏകദേശം 2-3 ഞങ്ങളുടെ തോട്ടത്തുണ്ട്. അപ്പോൾ സീതാപ്പഴം അതിൻ്റെ കായുമായിട്ടുള്ള ഇതാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കാൻ പോണത് സപ്പോട്ടയാണ്. സപ്പോട്ടയുടെ കാ വന്ന് തുടങ്ങിയതേ ഉള്ളൂ, കുറച്ചൊക്കെ കായ്ച്ചിട്ടുണ്ട്, സീസൺ ആയിട്ടില്ല. സപ്പോട്ട കായ് അതിൻ്റെ മരമാണ്. ഇത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയാണ്. ഒത്തിരി കായ്ച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കായ്ച്ചതിൻ്റെ ബാക്കിയുള്ളതാണിത്. പിന്നീട് 2-3 തന്നെ കായ്ച്ചിട്ടുള്ളൂ. ഇപ്പോൾ 2-3 തന്നെ നിലവിലുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് ഒരു ആന ജാമ്പയ്ക്ക എന്ന് പറയും. ഒരു വെള്ള കളറ് വലിയ ജാമ്പയ്ക്കയാണ്. ആരെയൊക്കെ വീട്ടിലുണ്ടെന്ന് അറിയില്ല. ഇത് ആന ജാമ്പയ്ക്ക എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. മാമ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞല്ലോ, മാങ്ങയുടെ മാവ് മരം. ഇത് വലിയ ആനമുന്തിരി എന്ന് പറയും. ചെറിയ നമ്മുടെ സീതാപ്പഴത്തിലും കുറച്ച് വലുതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തോട്ടത്തിലുള്ള വെജിറ്റബിൾസ് അല്ലല്ലോ, ഫ്രൂട്ട്സൊക്കെ കാര്യം. ഇനി വേറെ ഞങ്ങൾക്ക് റംബൂട്ടാനുണ്ട്, അത് മുകളിലാണ്, അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങളും ഇതുപോലെ വെച്ച്